ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. സോ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ ഇസ് ഓൾ അബൌട്ട് റെറ്റിനോൾ. വാട്ട് ഇസ് റെറ്റിനോൾ? റെറ്റിനോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ ഒരു ഡെറിവേറ്റീവ് ആണ്. അത് സ്കിൻ സെൽ ടേൺ ഓവർ ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഫൈറ്റ് ഏജിങ് സൈൻസ്, റിങ്കിൾസ്, പിഗ്മെന്റേഷൻ ആൻഡ് സിസ്റ്റിക് ആക്നെ. ഇങ്ങനെയുള്ള പ്രോബ്ലംസിനെല്ലാം പറ്റിയ ഒരു ആക്റ്റീവ് ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. റെറ്റിനോൾ നമുക്ക് ക്രീം ഫോമാറ്റിൽ, ഈ ടോപ്പിക്കൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ക്രീം ഫോമാറ്റിലും ടാബ്ലറ്റ് ആയിട്ടും അവൈലബിൾ ആണ്. Who can use retinol? Any person above the age of 25 can use retinol. കാരണം 25 ഇയേഴ്സ് ആകുമ്പോഴാണ് നമുക്ക് ഏജിങ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് നമ്മുടെ പൊതു ധാരണ. അതുകൊണ്ട് തന്നെ 25 ഇയേഴ്സിൽ അബവ് ആയിട്ടുള്ള ഏതൊരാൾക്കും റെറ്റിനോൾ ഉപയോഗിക്കാം. 25 ഇയേഴ്സിന് താഴെയുള്ള ടീനേജേഴ്സിന് സിസ്റ്റിക് ആക്നയുടെ ഒക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരു സ്കിൻ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനിലൂടെ മാത്രം റെറ്റിനോൾ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ലാക്ടേറ്റിംഗ് മദേഴ്സ്, പ്രഗ്നന്റ് വിമൻ ആൻഡ് വിമൻ ഹു ആർ പ്ലാനിങ് പ്രഗ്നൻസി ഇൻ ദ നെക്സ്റ്റ് 6 months, ഇവർ 3 പേരും റെറ്റിനോൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇന്റേണലി ടാബ്ലറ്റ് എടുക്കാനും പാടുള്ളതല്ല. റെറ്റിനോളിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെറ്റിനോളിന്റെ പെർസെൻറ്റേജ്, അതായത് അതിന്റെ പൊട്ടൻസിയെ പറ്റിയാണ്. നമ്മൾ പല ബ്രാൻഡ്സ് ഓഫ് റെറ്റിനോൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ 0.1, 0.01, 0.5 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്ന കാണാം. എപ്പോഴും റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാള് ഏറ്റവും പോട്ടൻസി കുറവുള്ള ഒരു ഫോർമുലേഷനാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നമ്പർ 1. രണ്ടാമത്, എല്ലാ ദിവസവും റെറ്റിനോൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. റെറ്റിനോൾ നമ്മൾ ആഴ്ചയിൽ 3 ദിവസം ഓൾട്ടർനേറ്റ് ഡേയ്സിലായിട്ട് ഉപയോഗിച്ചാൽ മതിയാവും. പ്രിഫറബിളി രാത്രി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. രാത്രിയിൽ ഉപയോഗിക്കുന്ന എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെറ്റിനോള് നമ്മുടെ സ്കിന്നിനെ ഫോട്ടോ സെൻസിറ്റീവ് ആക്കും. അപ്പോൾ അത് കാരണം നമ്മൾ ഈ രാവിലെ ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ സണ്ണിന്റെ ഹാംഫുൾ ആയിട്ടുള്ള റേസിനോട് സ്കിൻ റിയാക്ട് ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് രാത്രിയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം, എപ്പോഴും റെറ്റിനോൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം മിസ് ചെയ്യാതെ ഉപയോഗിക്കേണ്ട ഒന്നാണ് സൺസ്ക്രീൻ. നമ്മൾ റെറ്റിനോൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഓഫ് കോഴ്സ് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടതാണ്. പക്ഷെ റെറ്റിനോൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സൺസ്ക്രീൻ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല. അടുത്ത മറ്റൊരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പി സൈസ്ഡ് അമൗണ്ട് മാത്രം മതിയാവും നമ്മുടെ എൻറ്റയർ ഫേസിന്. അതായത് ഇപ്പോൾ ഞാൻ റെറ്റിനോൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്രയും റെറ്റിനോളിന്റെ ആവശ്യമേ ഉള്ളൂ എൻ്റെ മുഖത്തിനും കഴുത്തിനും. സോ റെറ്റിനോള് എപ്പോഴും ഈ ഒരു പി സൈസ്ഡ് അമൗണ്ടിനേക്കാൾ കൂടുതൽ പോകാതിരിക്കാൻ നോക്കുക. കാരണം റെറ്റിനോള് നമുക്ക് ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ഉണ്ടാക്കുന്ന ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പോൾ റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിൻ ഡ്രൈ ആകും എന്നുള്ള കാര്യവും കൂടി മനസ്സിലാക്കുക. റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, ഡ്രൈ സ്കിന്നിൽ മാത്രമേ റെറ്റിനോൾ ഉപയോഗിക്കാവുള്ളൂ. ഒരിക്കലും സ്കിൻ വെറ്റായിട്ടിരിക്കുമ്പോൾ റെറ്റിനോൾ അപ്ലൈ ചെയ്യരുത്, ബിക്കോസ് സ്കിന്നിൽ അത് ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ ഉണ്ടാക്കും. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ആപ്ലിക്കേഷൻ മെത്തഡോളജിയാണ്. നമുക്ക് 2 രീതിയിലൂടെ റെറ്റിനോൾ അപ്ലൈ ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുഖത്ത് ഒരു മോയ്സ്ചറൈസിങ് ക്രീം നല്ലവണ്ണം തേച്ചിട്ട് അതിന്റെ പുറത്ത് ഈ പി സൈസ്ഡ് അമൗണ്ട് ഓഫ് റെറ്റിനോൾ തേച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി നല്ല ഒരു തിക്ക് മോയ്സ്ചറൈസർ ഇടുക. ഫേസ് ഫുള്ള്, എനിക്ക് റെറ്റിനോൾ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം ഇടുക. ഇതിന് പറയുന്ന പേരാണ് സാൻഡ്വിച്ച് മെത്തേഡ്. അതായത് യു ആർ സാൻഡ്വിച്ചിങ് ദ റെറ്റിനോൾ ബിറ്റ്വീൻ 2 മോയ്സ്ചറൈസിങ് ഏജൻസ് സോ ദാറ്റ് നിങ്ങളുടെ സ്കിന്നിന് അത് ഡ്രൈ ആക്കത്തില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ദിസ് ഇസ് ഫോർ പീപ്പിൾ ഹു ആർ യൂസ് ടു റെറ്റിനോൾ. റെറ്റിനോളിന്റെ ഇച്ചിരി പോട്ടൻസി കൂടിയ റെറ്റിനോൾ ഉപയോഗിച്ചാലും സാരമില്ല, സ്കിൻ റെറ്റിനോളുമായിട്ട് യൂസ് ടു ആയിട്ടുണ്ട് എന്നൊക്കെയുള്ള ആൾക്കാർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ബെയർ ഫേസിൽ, അതായത് ടോണർ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം റെറ്റിനോൾ അപ്ലൈ ചെയ്യുക, ഈ പി സൈസ്ഡ് അമൗണ്ട് ഓഫ് റെറ്റിനോൾ. അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി സ്ലാദർ സം തിക് മോയ്സ്ചറൈസർ ഓൺ ദ ഫേസ്. ഇതിനെന്താണ് പേരെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇതെന്ന് പറയുന്നത് രണ്ടാമത്തെ വേ ഓഫ് അപ്ലൈ റെറ്റിനോൾ ആണ്. അപ്പൊ ഈ 2 വിധത്തിലും റെറ്റിനോൾ അപ്ലൈ ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പോട്ടൻസി കുറവുള്ള റെറ്റിനോൾ വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നിങ്ങൾ റെറ്റിനോൾ ഉപയോഗിക്കുക, സാൻഡ്വിച്ച് മെത്തേഡ് ഉപയോഗിക്കുക. പിന്നെ ക്രമേണ റെറ്റിനോളിന്റെ പോട്ടൻസി നമുക്ക് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ സാൻഡ്വിച്ച് മെത്തേഡിൽ നിന്ന് മാറി രണ്ടാമത് പറഞ്ഞ മെത്തേഡിലോട്ട് വേണമെങ്കിൽ പോകാം. ഈ ഒരു പോർഷൻ ഓഫ് ദ വീഡിയോ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്, പക്ഷേ എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഷൂട്ട് ചെയ്യാണ്. സോ ഞാനിവിടെ പറയാൻ വന്നിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ്വിച്ച് മെത്തേഡ് ആണെങ്കിലും അല്ല നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്ന മെത്തേഡ് ആണെങ്കിലും
ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറിൽ സെറമൈഡ്സ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. എപ്പോഴും റെറ്റിനോൾ ഗോസ് വെരി വെൽ വിത്ത് സെറമൈഡ്സ്. അപ്പം സാധാരണ ഒരു മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും സെറമൈഡ്സ് ഉള്ള മോയ്സ്ചറൈസിങ് ക്രീം ആണെങ്കിൽ കുറച്ചുകൂടെ അതിനൊരു ബാരിയർ റിപ്പയർ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും. അപ്പൊ കുറച്ചുകൂടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിന്റെ ഓട്ട് ആൻഡ് സെറമൈഡ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് ആക്ച്വലി ഒരു ഓട്സ് ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന് ഒരു ഭയങ്കര സൂതിങ് ഇഫക്റ്റ് ആണ്. പ്രത്യേകിച്ചും എൻ്റെത് ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട് എനിക്കങ്ങനെ ഒരു സൂതിങ് ഇഫക്റ്റ് ഉള്ള ഒരു ക്രീം വേണം എന്നുണ്ടായിരുന്നു. പ്ലസ് സെറമൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ബാരിയർ റിപ്പയറിന് നല്ലതായതുകൊണ്ട് തന്നെ സെറമൈഡ്സും കൂടെ അടങ്ങുന്ന ഒരു ക്രീമാണ് മേടിച്ചത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന്റെ ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഹസ് ഗോട്ട് സെറമൈഡ്സ് ഇൻ ദാറ്റ്. ഇനി പ്രോഡക്റ്റ് സജഷൻസ് പറഞ്ഞുതരാം. ഞാനിപ്പോൾ കറന്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്യോർ ബബിൾസ് സ്കിൻ കെയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ റെറ്റിനോൾ ആണ്. ഇതിനകത്ത് സ്ക്വാലിൻ കൂടെ ഉണ്ട്. സ്ക്വാലിൻ ഒരു മോയ്സ്ചറൈസിങ് ഏജന്റ് ആണ്. ഇറ്റ് ഇസ് എ മോയ്സ്ചറൈസിങ് ഏജന്റ് ദാറ്റ് ഇസ് വെരി സിമിലർ ടു ദി സിബം പ്രൊഡ്യൂസ്ഡ് ബൈ യോർ സ്കിൻ. സോ സ്ക്വാലിൻ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് മറ്റൊരു മോയ്സ്ചറൈസിങ് ക്രീം ഇതിന്റെ പുറത്ത് അപ്ലൈ ചെയ്യേണ്ടി വരാറില്ല. ദോ ഐ ഓഫൻ ടോപ്പ് ഇറ്റ് അപ്പ് വിത്ത് സം സിറം ഓർ സംതിങ്. അപ്പൊ ഇത് അധികം ഡ്രൈ ആക്കത്തില്ലാത്തത് കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു ബ്രാൻഡ് ശ്വേത വിജയ് എന്ന് പറയുന്ന ബ്ലോഗർ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയാറുള്ളത്, പുള്ളിക്കാരി സജസ്റ്റ് ചെയ്ത ഒരു ബ്രാൻഡിന്റെയാണ് ഈ പ്യോർ ബബിൾസ്. നല്ലതാണ്, നമുക്ക് യൂസ് ചെയ്താൽ വലിയ ഡ്രൈനെസ് ഒന്നും ഫീൽ ചെയ്യില്ല, ഇമീഡിയറ്റ് ആയിട്ട് നല്ല റിസൾട്ട്സ് ഒക്കെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. വേറൊരെണ്ണം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ വി ആൻഡ് ഡെർമാക്കോ, ഇവരുടെ രണ്ടുപേരുടെയും കൊളാബറേഷനിൽ ഒരു നൈറ്റ് ക്രീം വന്നിട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് എ ബ്ലൂ കളർ ഡബ്ബ. ഞാൻ അതിന്റെ സ്റ്റോക്ക് ഇമേജ് എടുത്ത് ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെക്കാം. എന്റെ കയ്യിൽ ആ ഡബ്ബ ഇല്ല, അത് ഞാൻ എന്റെ സിസ്റ്ററിന് കൊടുത്തു. അത് വാസ് ഓൾസോ റിയലി ഗുഡ്. നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം ആയിരുന്നു. സോ നമുക്ക് റെറ്റിനോൾ ഇട്ടതിന്റെ ഒരു എഫക്ട് കിട്ടുകയും ചെയ്യും, എന്നാൽ നല്ലൊരു നൈറ്റ് ക്രീം ഇട്ട ഒരു സന്തോഷവും കൂടെ കിട്ടുന്ന രീതിയിലുള്ള ഒരു നല്ല റെറ്റിനോൾ ആയിരുന്നു അത്. സോ ഇത് രണ്ടുമാണ് എന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് സജഷൻസ്. മറ്റ് ബ്രാൻഡുകളുടെ ഒന്നും ഞാൻ അങ്ങനെ ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ആകെപ്പാടെ ഇത്രയും മതി. അപ്പൊ നമ്മൾ ഒരു ബോട്ടിലോ ഒരു ടബോ വാങ്ങുമ്പോൾ തന്നെ ഇത് കുറെ നാൾ ഓടും. അപ്പോൾ പല ബ്രാൻഡ്സ് ട്രൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. മാത്രമല്ല ഞാനങ്ങനെ ഒരേ സാധനം, ഇപ്പം വൈറ്റമിൻ സി തന്നെ കുറെ എണ്ണം അങ്ങനെ ഞാൻ മേടിച്ചു വെക്കാറില്ല. റെറ്റിനോളൊക്കെ എൻ്റെ ഒന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഒരേ ടൈപ്പ് തന്നെ പല ബ്രാൻഡ് വാങ്ങുന്ന ഒന്നേ ഉള്ളൂ, സൺസ്ക്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് ഞാൻ മൂടനുസരിച്ച് മാറി ഇടാനൊക്കെ ആയിട്ട് കുറെ വാങ്ങി വെക്കാറുണ്ട്. പക്ഷെ റെറ്റിനോൾ നമുക്ക് ഒരു ഇച്ചിരി മതി. അപ്പം നമ്മൾ ആ എക്സ്പയറി ഡേറ്റ് വരെ ഇതിനൊന്ന് കൊണ്ട് എത്തിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേറെ നമ്മൾ വാങ്ങി വെക്കാറില്ല. പിന്നെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ റെറ്റിനോൾ നമ്മൾ ഇനീഷ്യലി യൂസ് ചെയ്യുമ്പോഴത്തേക്കും സ്കിന്നിൽ ഒരു പേർജിങ് ഉണ്ടാവും. അതായത് പെട്ടെന്ന് നമുക്ക് ആക്നെ വന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് ക്രമേണ മാറി, അതായത് സ്കിൻ സെല്ലിന്റെ ടേൺ ഓവർ ഇംപ്രൂവ് ചെയ്യുമ്പോഴത്തേക്കും ക്രമേണ അതൊക്കെ മാറും. ഈ കണ്ണിനടിയിലൊക്കെ റെറ്റിനോൾ കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഇടുന്ന സമയത്ത് കണ്ണിനടിയിലൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ റിങ്കിൾസ് ഒക്കെ മാറും. സോ റെറ്റിനോളിനെ പറ്റി എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് കമന്റ് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. So thank you so much for watching. Bye bye.